ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നോക്കുന്നത് മെംബ്രെയിൻ ലിപ്പിഡ്സിനെ കുറിച്ചാണ്. മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഏതൊക്കെയാണ് മെംബ്രെയിൻ ലിപ്പിഡ്സ്, എവിടേക്ക് കാണുന്നത്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ഫോസ്ഫോ ലിപ്പിഡ്, 2 സ്പിൻചോ ലിപ്പിഡ് ആൻഡ് തേർഡ് വൺ വിൽ ബി എ കൊളസ്ട്രോൾ. അതിൽ ഫോസ്ഫോ ലിപ്പിഡാണ് മോസ്റ്റ് പ്രോമിനൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ. സ്പിൻചോ ലിപ്പിഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സർ പെർസെൻറ്റേജ് മാത്രം മെംബ്രെയിനിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫിഗർ കോമ്പിനേഷനിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഓക്കെ, ഈ റീജിയനാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്ലിസറോളാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫാറ്റി ആസിഡ് ടെയിലാണ്. അഡീഷണൽ ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ റീജിയൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കണം നിങ്ങളിത് വായിക്കേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗ്ലിസറോളും ഫോസ്ഫേറ്റും ഒക്കെ. നൗ അത് സിമ്പിളായിട്ട് ഫോസ്ഫാറ്റിക് ആസിഡ് ആവുന്നത് ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് ഇവിടെ OH ആണെങ്കിൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ OH ആണെങ്കിൽ അതാണ് ഫോസ്ഫോറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ്, സിമ്പിൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് അതാണ്. ഇനി അതിലേക്ക് ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന കമ്പോണൻസ് മാറുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് നെയിം. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊളൈൻ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിൻ്റെ പേരെന്താണ്? കൊളൈനാണ്. CH2CH2N CH3 ട്വൈസ് എന്ന് പറയുന്ന ത്രൈസ് എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. CH2CH2N എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ +2 ബുക്കിലുണ്ടാവും. NCERT ബുക്കിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. CH3 ഇതാണ് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ. ഇത് കൊളൈനാണ്. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തായി? ഫോസ്ഫാറ്റിഡൈൽ കൊളൈനായി. ഇത് മോസ്റ്റ് പ്രോമിനൻറ്റ് ഫോസ്ഫോലിപ്പിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി സെൽ മെംബ്രെയിൻ. അത് ലെസിത്തിനാണ്. ഓക്കെ, മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി മെംബ്രെയിൻ എന്ന് പറയുന്നത്, കോമൺ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലെസിത്തിനാണ്. നൗ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അമിനോ ആസിഡ് സെറൈൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോസ്ഫാറ്റിഡൈൽ സെറൈൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ദ ഫോസ്ഫോലിപ്പിഡ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഫോസ്ഫാറ്റിഡൈൽ സെറൈൻ ഉണ്ട് ഇവിടെ. ആൻഡ് ദെൻ ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ ഉണ്ട്. ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് സെറൈന് പകരം എത്തനോൾ അമൈൻ ആണെങ്കിൽ, എത്തനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3CH2OH ആണ്. ആ OHന് പകരം അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുക. NH3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എത്തനോൾ അമൈനായി. ഇതിന് വേറൊരു പേര് സെഫാലിൻ എന്നാണ്. ഓക്കെ, അപ്പം അത് ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ എന്ന് പറയുന്നത് അനദർ ഫോസ്ഫോലിപ്പിഡിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇവിടെ ഇനോസിറ്റോൾ ആണെങ്കിൽ, ഓക്കെ, ഇനോസിറ്റോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെക്കൻഡ് മെസ്സഞ്ചർ ഓൾസോ. ഓർമ്മ വേണം. ഓക്കെ, സെക്കൻഡ് മെസ്സഞ്ചറും കൂടിയാണ് ഇനോസിറ്റോൾ എന്ന് പറയുന്നത്. ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോളായി. ഇനോസിറ്റോളാണ് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഇതാണ് മിനിമം ലെവലിലുള്ള ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. സിമ്പിളും അതുപോലെ തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ്സും. അതിൽ നിന്ന് മാറിയിട്ട് 2 സിമ്പിൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് വെച്ചാൽ ഫോസ്ഫാറ്റിക് ആസിഡ് 2 എണ്ണം ഒന്നിച്ച് കമ്പൈൻ ചെയ്യാം. നിങ്ങൾ നോക്കരുത്, അതിനൊന്നിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രിഡ്ജ് ആരാണ്? അഗെയിൻ ഗ്ലിസറോളാണ് അവിടെ ബ്രിഡ്ജായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മളെന്ത് പറയുന്നത്? ഡൈഫോസ്ഫാറ്റിഡൈൽ അല്ലേ? എന്തുകൊണ്ട് ഡൈഫോസ്ഫാറ്റിഡൈൽ? 2 ഫോസ്ഫാറ്റിക് ആസിഡ് ഉണ്ട്. ആരാധന ലിങ്ക് ചെയ്യുന്നത്? ഗ്ലിസറോൾ. അതുകൊണ്ടാണ് ഡൈഫോസ്ഫാറ്റിഡൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലിസറോൾ വെച്ചിട്ട് 2 ഫോസ്ഫാറ്റിക് ആസിഡ് ലിങ്ക് ചെയ്യുന്നു. ആൻഡ് അതിനൊരു വേറൊരു പേരാണ് കാർഡിയോലിപ്പിൻ. കാർഡിയോലിപ്പിൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ അറിയാം, ബ്ലഡ് വെസൽസിലും അതുപോലെ തന്നെ ഹാർട്ടിലും മെയിനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലിപ്പിഡാണ്. പക്ഷെ അവിടെ മാത്രമേ കാണുള്ളൂ, ഒന്നുമില്ല. അവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ആ പേര് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഇനി കുറച്ച് ഡിറൈവ്ഡ് പോർഷനിലേക്കാണ്. ഇവിടെ ഗ്ലിസറോളാണ് നമ്മളിവിടെ മെയിനായിട്ട് ലിങ്ക് ആയിട്ട് കണ്ടത് അല്ലേ? ഗ്ലിസറോൾ. ഈ ഗ്ലിസറോളിന് പകരം വേറൊരു ആൽക്കഹോൾ, ഗ്ലിസറോൾ ഒരു ആൽക്കഹോളാണെന്നറിയാലോ, അപ്പം വേറൊരു ആൽക്കഹോളായിട്ടുള്ള സ്പിൻജോസൈൻ വരികയാണ്. ഇനി സ്പിൻജോസൈനിലേക്കാണ് എസ്ട്രിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്പിൻജോലിപ്പിഡ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരുന്നത്. അത് വൺ ഓഫ് ദ റെയർ ലിപ്പിഡ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ബൈലെയർ ആണ്, മീൻസ് പ്ലാസ്മ മെംബ്രെയിൻ.
ഇതാണ് സ്പിൻജോസൈൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇറ്റ്സ് എ ലോങ് ചെയിൻ ആൽക്കഹോൾ. ഗ്ലിസറോൾ എന്ന് പറയുന്ന 3 കാർബൺ മാത്രമുള്ള ഒരു ഷോർട്ട് ചെയിൻ. അതുപോലെ തന്നെ പോളി ഹൈഡ്രോക്സി ആൽക്കഹോൾ ആണല്ലോ. ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. അഗൈൻ ദ റിമൈനിങ് പോർഷൻ വിൽ ബി ഹൈഡ്രജൻ. 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ഒരു ഷോർട്ട് ചെയിൻ ആയിട്ടുള്ള ആൽക്കഹോളാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അത് മാറിയിട്ട് ഒരു ലോങ് ചെയിൻ ഓക്കെ ഡൈഹൈഡ്രോക്സി ആൽക്കഹോളാണ് ആര് സ്പിൻജോസൈൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഹൈഡ്രോഫോബിക് ആണ് ഈ സ്പിൻജോസൈൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഹാലിഫാറ്റിക് ചെയിൻസ് ആണ് അതിന് കാരണം. ഹൈഡ്രോഫിലിക്കും കൂടിയാണ്. എന്തുകൊണ്ടാണ്? അതേ അമിനോ ഗ്രൂപ്പുകളുണ്ട്, ഇയാളുണ്ട്, ഇയാളുണ്ട്, ഈ 3 ആൾക്കാരുള്ളതുകൊണ്ടാണ്. പക്ഷേ ലോങ് ആലിഫാറ്റിക് ചെയിൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് ഹൈഡ്രോഫോബിക് നേച്ചർ എന്നുള്ളതാണ്. അപ്പം നോർമൽ ഫോസ്ഫോ ലിപ്പിഡ്സിനേക്കാളും ഹൈഡ്രോഫോബിക് ആണ് ആക്ച്വലി എന്ത് സ്പിൻജോസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഫോസ്ഫോലിപ്പിഡും ഡെഫിനറ്റ്ലി ഫാറ്റി ആസിഡ് ചെയിൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഹൈഡ്രോ ഫോബിക് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ ആൽക്കഹോൾ ഇറ്റ്സെൽഫ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസർ ഹൈഡ്രോഫോബിക്. ഓക്കെ, ദെൻ ഇനി ഈ സ്പിൻജോസൈനിലേക്ക് സെറാമൈഡ് എന്ന് സ്പിൻജോസൈൻ സെറാമൈഡ് എന്നറിയപ്പെടുന്നപ്പോഴാണ് ഇവിടെ നോക്കുക നിങ്ങൾ, ഒരു ഫാറ്റി ആസിഡ് ഈ അമിനോ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി സെറാമൈഡ്. ഓക്കെ, സ്പിൻജോസിൻ എന്ന് പറയുന്ന ലോങ് ചെയിൻ ആൽക്കഹോളിലേക്ക് ഒരു സിംഗിൾ ഫാറ്റി ആസിഡ് ലിങ്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പം അങ്ങനെ വരുമ്പോഴെന്തായി സെറാമൈഡായി. നൗ സ്പിൻജോമയലിൻ ഉണ്ട്. ഓക്കെ, സ്പിൻജോമയലിൻ എന്ന് പറയുമ്പോൾ നോക്കുക നിങ്ങൾ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ദെൻ ഇതാരാണ്? തൊട്ട് മുമ്പേ നമ്മൾ കണ്ട ആളാണ് അല്ലേ. ഇതാണ് കൊളൈൻ എന്ന് പറയും, സോറി ലെസിത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ സാധനം അല്ലേ, കൊളൈൻ എന്ന് പറയുന്ന സംഗതി. ഇപ്പം അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി സ്പിൻജോമയലിനായി. ഏതിലേക്ക്? സെറാമൈഡിലേക്ക്. ലെസിത്തിൻ അല്ല, കൊളൈൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി സ്പിൻജോമയലിൻ. കൊളൈൻ നമ്മൾ ലെസിത്തിന്റെ കേസിൽ കണ്ടതാണ് അല്ലേ. ഫോസ്ഫാറ്റിഡൈൽ കൊളൈനെ നമ്മൾ ലെസിത്തിൻ എന്ന് വിളിച്ചു. ഇതേ ലെസിത്തിൻ സെറാമൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അതെന്തായി സ്പിൻജോമയലിനായി. സ്പിൻജോമയലിൻ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന മയലിൻ ഷീത്തിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പേര് വന്നത് എന്നുള്ളത് ഓർമ്മിക്കാം. ഇനി അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഈ സെറാമൈഡിലേക്ക് കൊളൈൻ വന്നാൽ സ്പിൻജോമയലിൻ. ഇനി അത് മാറിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗാലക്ടോസോ അങ്ങനെയുള്ള മോളിക്യൂൾസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ഒലിഗോസാക്കറൈഡ്സോ അറ്റാച്ച് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഗ്ലൈക്കോസ്പിൻജോസൈൻ ആയിട്ട് അത് മാറും. അപ്പം ഈ ഗ്ലൈക്കോസ്പിൻജോസൈനിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഒലിഗോസാക്കറൈഡ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ഷുഗർ ആണ് എന്നതിൻ്റെ ബേസിൽ. സിമ്പിൾ ഷുഗർ ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രോസൈഡ് എന്നുള്ളത്. ഓക്കെ, സെറിബ്രോസൈഡ്. ആൻഡ് ദെൻ ഒരു ഒലിഗോസാക്കറൈഡ് ആണ് അവിടെ ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അതെന്തായി ഗാംഗ്ലിയോസൈഡ് ആയിട്ട് മാറി. ഒരു ഒലിഗോസാക്കറൈഡ് ആണ് ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അത് ഗാംഗ്ലിയോസൈഡ് ആയി. ഇത്രയാണ് സ്പിൻജോ ലിപ്പിഡ്സ് നമുക്ക് ഉള്ളത്. സ്പിൻജോ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് കമ്പാരിറ്റീവ്ലി റെയർ ആയിട്ടുള്ള സംഗതിയാണ് ഈ ഒരു കോമ്പിനേഷൻ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നോട്ട്സിലുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ മൂവിങ് ടു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹയർ പെർസെൻറ്റേജിൽ ലിപ്പിഡ്സിൻ്റെ പാർട്ടായിട്ട്, ലിപ്പിഡ് മെമ്പറിൻ്റെ പാർട്ടായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം അതിൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുള്ള ചെയിൻ ഉണ്ട്. അതേപോലെ തന്നെ അതിനൊരു 4 ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ ഉണ്ട്. ഈ 4 ഹൈഡ്രോഫോബിക് റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് തന്നെ അതെന്താവും, അത് മെമ്പറിൻ്റെ അകത്ത് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കും. ഈ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഈ ഫാറ്റി ആസിഡ് ചെയിനിന്റെ മൂവിങ്ങിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഫ്ലൂയിഡിലേക്ക് പോകുന്നത് തടയുന്നത് ശരിക്കും എന്താണ്, കൊളസ്ട്രോളിന്റെ പ്രസൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഹൈ ആവുമ്പോഴും ടെമ്പറേച്ചർ കുറയുമ്പോഴും ഉണ്ടാവുന്ന ലിപ്പിഡിന്റെ മൊബിലിറ്റീനെ അത് റെക്ടിഫൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലൈസ് ആക്കുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെയിൻ ഉണ്ടാവും അല്ലേ. നമ്മൾ കൊളസ്ട്രോളിന്റെ കേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചെയിൻ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പം അതിൽ OH ഉണ്ടാവും. ബാക്കി
റിംഗ് സ്ട്രക്ചർ ഇങ്ങനെ ഒരു 4 റിംഗ് കോമ്പിനേഷനിൽ കാണുന്നത് നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറിലെ ഈ റിംഗ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് ആണത്. ഇൻസൈഡ് സെല്ലിൻ്റെ ഉള്ളിൽ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കും. അത് ഫാറ്റി ആസിഡ് ടെയിലിൻ്റെ മൂവിങ്ങിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ആൻഡ് ദിസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ചെയിൻ വിൽ ബി ജസ്റ്റ് എക്സ്റ്റെൻഡിങ് ഔട്ട്വേർഡ് വിച്ച് വിൽ ബി ഇൻട്രാക്ടിങ് വിത്ത് ദി ഔട്ട്സൈഡ്. ഇത്രയാണ് മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി വെൻ യു ആർ ഗോയിങ് ഫോർ ദി CSIR എക്സാം. ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാർപ്പൻ്റെ ബുക്കിൽ നിന്ന് എടുത്തതാണ്. നോക്കുക നിങ്ങൾ, എക്സോപ്ലാസ്മിക് റീജിയൻ ഉണ്ട്, സൈറ്റോസോളിക് റീജിയൻ ഉണ്ട്. ഓക്കെ, എക്സോപ്ലാസ്മിക് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി മെംബ്രെയിൻ ആൻഡ് ഔട്ട്സൈഡ്. ആൻഡ് ദെൻ സൈറ്റോസോളിക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദി പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ലിപ്പിഡ് ഏതാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, എക്സോപ്ലാസ്മിക് സൈഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആരാണ്? ഇയാളാണ് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സ്പിൻജോമൈലിൻ. SM നമ്മൾ സ്പിൻജോമൈലിൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ നോക്കിയേ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ആണ് അല്ലേ. PC എന്ന് പറയുന്നത് ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ആണ്. ഇനി അത് മാറി ഇങ്ങോട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാ? സൈറ്റോസോളിക് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് ഫോസ്ഫാറ്റിഡൈൽ സെറീനും അതുപോലെ തന്നെ കൊളസ്ട്രോളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോക്കുക നിങ്ങൾ, കൊളസ്ട്രോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയേ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ടു ദ ഔട്ട്സൈഡ് ആൻഡ് ടു ദ ഇൻസൈഡ്. അപ്പം ഇന്നർ ലെയറിലും ഔട്ടർ ലെയറിലും എന്താണ് ഈക്വൽ ആയിട്ടാണ് കൊളസ്ട്രോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്പിൻജോമൈലിൻ അതുപോലെ തന്നെ ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ ഒക്കെ എവിടെയാ? ഇറ്റ് ഈസ് മോർ ടുവേർഡ്സ് ദ ഔട്ട്സൈഡ്. അപ്പോൾ ഔട്ടർ ലെയറിലായിരിക്കും ഇത് കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇന്നർ ലെയറിൽ ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ആൻഡ് ഇന്നർ ലെയറിൽ കൂടുതലായിട്ട് കാണുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമൈൻ. ഈ കാര്യങ്ങൾ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, നോർമൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനും എഴുതണം. എന്താണ് ഡിഫറെൻറ്റ് അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് different types of lipids across exoplasmic and the cytosolic surface അല്ലെങ്കിൽ cytosolic layer of the lipid bilayer. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓർമ്മിക്കുക, SMPC ആണ് ഔട്ടർ ടു അധികം, ആൻഡ് കൊളൈൻ ആണ്, എത്തനോളമൈൻ ആണ് ഇന്നർ ഏറ്റവും അധികമായിട്ട് വരുന്നത്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ. Okay, so that's about the membrane lipids that is present. നമ്മൾ മോളിക്കുലാർ ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ലിപ്പിഡ്സ് ആണ്, അതാണ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. ആൻഡ് മെംബ്രെയിൻ ലിപ്പിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. So I'm just winding up here, and then we will be discussing on the membrane proteins in the next video.